വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു കടുക് മാങ്ങയാണ് നമ്മൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മൈ നെയിം ഈസ് ജോ. വെൽക്കം ടു മൈ ചാനൽ. കടുകുമാങ്ങ തയ്യാറാക്കുന്നതിനായി മീഡിയം പുളിയുള്ള മാങ്ങ ചെറിയ കഷണങ്ങളാക്കിയത് 2 കപ്പ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 240 മില്ലിയുടെ കപ്പാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിളക്കി 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മാങ്ങയുടെ പുളി അനുസരിച്ച് ഉപ്പിൻ്റെ അളവ് ക്രമീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വഴറ്റുവാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. വെളുത്തുള്ളി 10 അല്ലി ചെറുതായി അരിഞ്ഞത്, ഉലുവ 1/4 ടീസ്പൂൺ. ഞാനിവിടെ പറയുന്ന മെഷർമെൻറ്റുകൾ തെറ്റാതെ ശ്രദ്ധിക്കുക. തുടക്കക്കാരായ ആളുകൾ മെഷർമെൻറ്റ് സ്പൂണുകൾ വാങ്ങി വെക്കുന്നത് നന്നായിരിക്കും. കടുക് 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1 പിഞ്ച്. മഞ്ഞൾപ്പൊടി കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. കറിവേപ്പില 1 തണ്ട്. കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ. സാധാരണ മുളക് പൊടി ഉപയോഗിക്കുന്നവർ 1 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതിയാകും. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കുക. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റ് റിഫൈൻഡ് ഓയിലുകളും ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോൾ എടുത്തു വച്ചിരിക്കുന്ന കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 20 സെക്കൻഡ് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാങ്ങ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ കടുകുമാങ്ങ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഒരാഴ്ച വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ വണക്കം.